ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ടിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ടിൽ കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആഡ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി കോളംസ് അവൈലബിൾ അല്ല. സോ ഫസ്റ്റ് നമ്മൾ കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി കോളം ആഡ് ചെയ്യണം. അതിനായിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ കാറ്റഗറി പ്ലസ് ആൻഡ് സബ് കാറ്റഗറി പ്ലസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ അത് രണ്ടും ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി നെയിമോ സബ് കാറ്റഗറി നെയിമോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ കാറ്റഗറി നെയിമോ സബ് കാറ്റഗറി നെയിമും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ സെറ്റിംഗ്സ് വിൻഡോ ക്ലോസ് ചെയ്യുക. പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ട് ക്ലോസ് ചെയ്യുക. എഗൈൻ ഹാർഡ് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുക. യെസ്, ഇപ്പോൾ ഇവിടെ കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് കാറ്റഗറിയാണോ സബ് കാറ്റഗറിയാണോ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുകയാണ്, ബുക്സ്. പേജ് കൊടുത്തു. ഇതിൽ കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു നോട്ട്ബുക്ക് കാറ്റഗറി ഇല്ല. അപ്പം ഞാനിവിടെ ഈ ഒരു പ്ലസ് സിമ്പിൾ കണ്ടില്ലേ, ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ അവൈലബിൾ ആയിരിക്കും. സോ ആ പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണോ പുതിയ കൊടുക്കേണ്ട നോട്ട്ബുക്സ് അല്ലെങ്കിൽ സ്റ്റേഷനറിന്ന് കൊടുക്കാം. സ്റ്റേഷനറിന്ന് കൊടുത്തു. ദെൻ സേവ് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേഷനറി. എൻ്റർ അടിക്കണം. അപ്പോഴാണ് വരുന്നത്. സബ് കാറ്റഗറിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റേഷനറിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സ്റ്റേഷനറി സെലക്ട് ചെയ്തു. സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സബ് കാറ്റഗറി ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എഗൈൻ ന്യൂവിൽ ക്ലിക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ആഡ് പ്രോഡക്റ്റ് എടുക്കുക. ന്യൂ ക്ലിക്ക് ചെയ്യുക. നോട്ട്ബുക്ക് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേഷനറി. ഞാൻ എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റേഷനറിയുടെ കാറ്റഗറി സബ് കാറ്റഗറി അവൈലബിൾ ആയിരിക്കും. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് കൊടുക്കാം. ദെൻ MRP കൊടുക്കുക. പർച്ചേസ് പ്രൈസ് റീറ്റെയിൽ പ്രൈസ് കൊടുക്കുക. ഹോൾസെയിൽ ഹോൾസെയിലും കൊടുക്കാം. എന്തൊക്കെ പ്രൈസാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ പ്രൈസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇൻസേർട്ട് കൊടുത്താൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഡയറക്റ്റ്ലി ഇവിടെ തന്നെ നമുക്ക് കാറ്റഗറി സബ് കാറ്റഗറി ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലസ് സിമ്പിൾ. അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആ കോളംസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ആ കോളംസ് ആഡ് ഓൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.